ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ കൊതിയാവും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. മാങ്ങ കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനുള്ളൊരു പ്രത്യേകത, എണ്ണയില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ടൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, ഈ റെസിപ്പി പല സ്ഥലത്തും ഇതിനെ മാംഗോ ചട്നി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതൊരു ചട്നി പോലെയല്ല, നമുക്ക് പിക്കിൾ പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും, കേടാവുമൊന്നുമില്ല. മാങ്ങ തോലൊക്കെ കളഞ്ഞത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ റെസിപ്പിയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഈ റെസിപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. നമുക്ക് ഒരു പീസ് കഴിച്ചാൽ ഒരു പീസും കൂടെ കഴിക്കാൻ തോന്നും. അതുപോലെ മധുരവുമുണ്ട്, എരിവ് വളരെ നന്നായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ഫ്ലേവറും ഓരോ തവണ നമുക്ക് കഴിക്കുമ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ മാങ്ങ ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഇതിന് മധുരം കൊടുക്കുന്നതും ഈ മാങ്ങ വേവിക്കുന്നതും പഞ്ചസാരയിലാണ്. അപ്പോൾ പഞ്ചസാര ആദ്യം ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവും. 1 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കരിയാതിരിക്കാനാണ്. 1 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പഞ്ചസാര തന്നെ നന്നായിട്ട് മെൽറ്റായി മാങ്ങ ഈ പഞ്ചസാരയിൽ തന്നെ വെന്ത് കിട്ടണം. ഇപ്പോൾ മനസ്സിലായല്ലോ മധുരം എങ്ങനെയാണ് ഇതിൽ പിടിക്കുന്നതെന്ന്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കരിഞ്ജീരകമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കരിഞ്ജീരകം വളരെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. സാധാരണ വിഭവങ്ങളൊന്നും അങ്ങനെ ചേർത്ത് കണ്ടിട്ടില്ല, പക്ഷേ ഗംഭീര ടേസ്റ്റാണ്. അതിനുശേഷം ചേർക്കുന്നത് നമ്മുടെ ബേ ലീഫ്, ഇന്ത്യൻ ബേ ലീഫാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കേണ്ടത് ഉലുവ ഒന്ന് ചതച്ചെടുത്താണ്. ഇനി നമുക്ക് 1 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, നല്ല എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിൽ മെയിനായിട്ട് കരിഞ്ജീരകം ചേർക്കുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് എല്ലാവർക്കും അറിയാം. നല്ല ടേസ്റ്റിയാണ്, നല്ല മണമാണ്. പിന്നെ ഈ ബേ ലീഫ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഈ മാങ്ങ ശരിക്കും ട്രാൻസ്പെറൻ്റ് ആയി വരണം. പഞ്ചസാരയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കായപ്പൊടിയും ഇതൊക്കെ കൂടെ ചേർന്ന് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഇതിങ്ങനെ തിളച്ച് ആ മാങ്ങയിലുള്ള ചെറുതായിട്ടുള്ള പുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റിയാണ്. ഒരു ഡ്രോപ്പ് പോലും എണ്ണയുടെ ആവശ്യമില്ല, വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യാനും പാടില്ല. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കുരുമുളക് മുഴുവനായിട്ടുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്യുക. നല്ല കുറുകിയ പാകമാവണം, മാങ്ങയെല്ലാം നന്നായി വെന്തിട്ടും ഉണ്ടാവണം. ഇത്ര ആയിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ബേ ലീഫിൻ്റെ ആ ഫ്ലേവർ ശരിക്കും ഈ ഒരു പിക്കിളിൽ കിട്ടും. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ നല്ല രസമുള്ള കളറായിട്ടുണ്ട്. മാങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പഞ്ചസാര അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് എരിവും മധുരവും പുളിയും ഒക്കെ കൂടെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണിത്. ഇതിന് നമുക്ക് ഇനി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലോ ഭരണിയിലോ ഒക്കെ ആക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. മെയിനായിട്ട് ആ പഞ്ചസാരയുടെ പാവൊക്കെ കറക്റ്റായിട്ട് ഇതിൽ കോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മധുരവും എരിവും പുളിയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു വിഭവമാണ്. ഇതിന് ശരിക്കും മാങ്ങ ഒരു ചട്നി എന്ന രീതിയിലൊക്കെയാണ് നോർത്ത് ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ചട്നി എന്ന് പറയാൻ പറ്റില്ല, നമുക്കിതൊരു അച്ചാർ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അച്ചാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുപ്പിയിലും ഇതുപോലെ തന്നെ ആക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയുടെ സീസണാണ്, പല തരത്തിലുള്ള മാങ്ങാപ്പിക്കൽ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡ്രോപ്പ് പോലും എണ്ണ യൂസ് ചെയ്യാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കരിഞ്ജീരകം ചേർത്തിട്ടുള്ള ഈ ഒരു പിക്കിൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്.